ഇസ്ലാമിക രാജ്യത്തിന്റെ പരാജയം ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ അവസാനമായിരുന്നില്ല. അതിൽ നിന്നാണ് പോപ്പുലർ ഫ്രണ്ട് ജനിക്കുന്നത്, അതിൽ നിന്നാണ് സിമി ജനിക്കുന്നത്, അതിൽ നിന്നാണ് SDPI ജനിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കിടയിൽ പോലും ഇവർ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയുള്ള മുറവിളി ഏറ്റവും ഭീകരമായ രൂപത്തിലായിരുന്നു കാണിച്ചത് എന്ന് 1946 ജിന്ന ആഹ്വാനം ചെയ്ത ഡയറക്റ്റ് ആക്ഷൻ. നിങ്ങൾ തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ട, കേറി അടിച്ചോളാൻ ജിന്ന അനുയായികൾക്ക് ആക്ഷൻ കൊടുക്കാണ്. ഡയറക്റ്റ് ആക്ഷൻ എന്നാണ് അതിന് പറയുന്നത്, അദ്ദേഹത്തിന്റെ മുദ്രാവാക്യത്തിന്. അദ്ദേഹം ഈ തലയും വാലും ഇല്ലാത്ത മദ്രസ പൊട്ടന്മാരായ മുറിയന്മാരോട് പറയാ, നിങ്ങൾ കയ്യിൽ കിട്ടുന്നത് എടുത്താഞ്ഞടിച്ചോ. ഈ സമരമുറയിലാണ് ഇവരുടെ ലക്ഷ്യം ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായത്. കൂടുതൽ 4000-ലേറെ നിരായുധരായ ആളുകൾ, നിരപരാധികളായ ആളുകൾ യാതൊരു പ്രകോപനവുമില്ലാതെ, നിസ്സഹായരാണവർ, നിരപരാധികളാണവർ, നിരായുധരാണവർ, അവരെ കൊന്നു. ഇവർ കൊല ചെയ്തുകൊണ്ടാണ് കൽക്കട്ടയിൽ ഡയറക്റ്റ് ആക്ഷൻ ഇവർ തുടക്കം കുറിക്കുന്നത്. തുടർന്നാണ് വർഗീയ ലഹള ഇന്ത്യയുടെ വിഭജനത്തിലും പാകിസ്ഥാൻ എന്ന ശുദ്ധ ഇസ്ലാമിക രാജ്യത്തിന്റെ സൃഷ്ടിയിലുമാണ് അവസാനിച്ചത്. നമുക്കറിയാം, ഇപ്പൊ കർണാടകയിൽ ബൈജു സിദ്ധരാമയ്യ അധികാരത്തിൽ കയറിയപ്പോ നമ്മൾ അവിടെ കേട്ട മുദ്രാവാക്യം എന്താണ്? പാകിസ്ഥാൻ വിജയിക്കട്ടെ എന്ന്. കാരണം ഇവര് വന്നല്ലോ, പണ്ട് ഇവർക്കറിയാം പാകിസ്ഥാൻ വിഭജനത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ്? കോൺഗ്രസ് ആണ്. അതുകൊണ്ട് അവര് തന്നെ വീണ്ടും കയറിയിട്ടുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടി ഈ രാജ്യത്തിന്റെ മാറ് പിളർക്കാൻ ഒരു അവസരം ലഭിക്കും. അവരുടെ ആ ചോര കൊതി, അവരുടെ ആ ചിരിയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യ വിഭജനത്തിനെതിരെ പാറ പോലെ ഉറച്ചു നിന്ന ഗാന്ധിജി പോലും മൗണ്ട് ബാറ്റൻ മുന്നോട്ട് വെച്ച പാകിസ്ഥാൻ എന്ന പരിഹാരത്തിന് മൗനമായി അനുവാദം നൽകിയത് കൂടുതൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ അനിവാര്യമായ മാർഗം എന്ന നിലയിലായിരുന്നില്ല. ആയിരുന്നു എന്നാണ് ഇവര് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അല്ല, 1947 ഇന്ത്യ വിഭജനത്തോടെ ദേശീയ പ്രസ്ഥാനത്തിലെ മതരാഷ്ട്ര സ്വപ്നങ്ങളെ താലോലിച്ചിരുന്ന ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയി എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചതാ? ഇല്ല, അവര് പോയിട്ടില്ല. അതായത് കുറച്ച് ആളുകളെ അവര് പാകിസ്ഥാനിലേക്ക് വിട്ടു എന്നുള്ളത് സത്യമാ. പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്നാൽ മാത്രമേ ഞങ്ങൾ അന്ന് കണ്ട സ്വപ്നം, ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം സ്ഥാപിക്കാൻ പറ്റൂ. തൽക്കാലം പേരിന് വേണ്ടി നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോ. ഞങ്ങൾക്ക് സിമി, ഞങ്ങൾക്ക് SDPI, ജമാഅത്തെ ഇസ്ലാമി, സോളിഡാരിറ്റി, പോപ്പുലർ ഫ്രണ്ട്, നമുക്കറിയുന്നതും അറിയാത്തതുമായ ആയിരക്കണക്കിന് സംഘടനകൾ ക്രിയേറ്റ് ചെയ്ത് ഇനിയും ഈ അമ്മയുടെ മാറ് പിളർക്കാനുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കേണ്ടുന്ന നേതാക്കൾ ഈ രാജ്യം ഉപേക്ഷിച്ച് പോയിരുന്നില്ല. അവരാണ് പിന്നീട് ഇന്ത്യയിൽ ജീവിക്കാൻ തീരുമാനിച്ച മുസ്ലിങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയ്ക്കു കീഴിൽ ഇന്ത്യയുടെ സെക്യുലർ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന വ്യാജേന പാകിസ്ഥാനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഈ സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അവർ ഉറച്ചു നിന്നു. അവരുടെ ലക്ഷ്യം വേറെയായിരുന്നു. ഒരു ഇന്ത്യക്കാരനും അഭിമാനത്തോടെ അന്ന് നോക്കിക്കണ്ട കാര്യങ്ങൾ ഇന്ന് അപമാനമായിരിക്കുന്നു. കാരണം എന്താ? യഥാർത്ഥ ചരിത്രം മറനീക്കി പുറത്തു വന്നു. നമ്മളൊക്കെ പഠിച്ചത് വക്രീകരിച്ച, ഈ രാജ്യത്തെ കുറിച്ച് ശരിയല്ലാത്ത ആർക്കൊക്കെയോ വേണ്ടി സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി എഴുതി പിടിപ്പിച്ച കഥകളായിരുന്നു. അത്തരം ചരിത്രങ്ങളായിരുന്നു ഹിസ്റ്ററി ക്ലാസ്സുകളിൽ നമ്മൾ അധ്യാപകർ പഠിപ്പിച്ചതൊക്കെ. നമ്മളിങ്ങനെ രോമാഞ്ചത്തോടെ കൗതുകത്തോടെ കേട്ടുകൊണ്ടിരുന്ന കഥകളായിരുന്നില്ല. നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ച വാര്യം കുന്നനോ ടിപ്പു സുൽത്താനോ ഒന്നുമായിരുന്നില്ല. ഇവന്റെയൊക്കെ ഭീകരമായ മുഖം നമ്മൾ ഇപ്പോൾ കാണുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അന്ന് തുടങ്ങിയതാണ് ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യം. എനിക്ക് ഒരുപാട് ഡോക്ടർ സുഹൃത്തുക്കളുണ്ട്. അവര് പറയും, നമ്മുടെ ക്ലിനിക്കിൽ ഒരു ക്യാമ്പയിൻ നടക്കാറുണ്ട്. അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ 1 or 2 ഒക്കെ പ്രസവിച്ചു കഴിഞ്ഞാല് അവരെ പ്രസവം നിർത്താൻ നിർബന്ധിക്കും. മതി, ഒരാണും ഒരു പെണ്ണും ആയില്ലേ, അതല്ലെങ്കിൽ 2 ആൺകുട്ടികളായില്ലേ, 2 പെൺകുട്ടികളായില്ലേ, മതി. എന്നാൽ മുസ്ലിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതാ ഞാൻ പറഞ്ഞത്, തുരുമ്പു മുതൽ ഉച്ചി മുതൽ ഉള്ളം കാലുവരെ എന്ന് പറയുന്നത് പോലെ തുരുമ്പ് മുതൽ ഈ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ, പണിയെടുക്കുന്ന വിഭാഗങ്ങൾ തൂണിലും തുരുമ്പിലും മുഴുവനും നിറഞ്ഞു നിൽക്കുവാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന വിഭാഗം
ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായി മാറുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ജനിക്കുകയും വളരെ കുറച്ചാളുകൾ മാത്രം മരിക്കുകയും ചെയ്യുന്ന വിഭാഗമായി ഇസ്ലാം മതവിശ്വാസികൾ പരിണമിക്കുന്നു എന്ന സെൻസസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പുറത്തു വരുന്നത്. ഇപ്പൊ ഇതില് കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോ നമ്മളല്ലെങ്കിൽ മറ്റാര് പറഞ്ഞു കഴിഞ്ഞാലും ഇത് പച്ചനുണകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പച്ചനുണകൾ പൊലിപ്പിച്ചെടുക്കുക എന്ന ക്രിസ്ത്യൻ നാമത്തിലും ഹിന്ദു നാമത്തിലും ഒക്കെ വന്ന് കമന്റ് ഇടുന്ന ഒരുപാട് നമ്മുടെ ചാനലുകളിൽ തന്നെ കാണാൻ പറ്റും. ഇതിൽ സത്യത്തിൽ കെ മാധവൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാബ സുരേന്ദ്രൻജി എനിക്ക് തോന്നുന്നു 100-ലധികം വീഡിയോസ് ഈ കെ മാധവൻ നായർ എന്ന് പറയുന്ന അന്നത്തെ കോൺഗ്രസിന്റെ സമുന്നത നേതാവ്, ആ സമുന്നത എന്ന് പറയുമ്പോൾ അങ്ങനെ ഊന്നി പറയുന്നത് ഞാൻ അതുകൊണ്ടാണ്, കാരണം അന്ന് അത്ര കണ്ട് ഉയർന്ന നേതാവായിരുന്നു അദ്ദേഹം നേരിട്ട് പോയി സന്ദർശിച്ചെഴുതിയ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൃത്യമായിട്ടും ഇത് രേഖപ്പെടുത്തിയിരുന്നു. ഇത് 100 ചില്ലാനം വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു. അതുകൊണ്ട് എനിക്ക് ഏകദേശം അതിന്റെ ആ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരുന്ന കെ മാധവൻ നായർ പറഞ്ഞ പുസ്തകമോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്ധരിച്ച് അദ്ദേഹം എഴുതിയ വാക്കുകളോ പറഞ്ഞ വാക്കുകളോ ഒന്നും ഇന്നത്തെ ഈ കോൺഗ്രസ്സുകാർക്ക് അറിയില്ല. അതല്ലെങ്കിൽ ഇസ്ലാമിക പ്രീണനം മൂത്തുകൊണ്ട് ഇസ്ലാമിക ജിഹാദികളുടെ ഭരണം വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് അറിയില്ല. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ആയാലും അതുപോലെ ഈ സിമി ആയാലും NDF ആയാലും ഈ രൂപത്തിലുള്ള ആളുകളൊക്കെ ഇന്ന് എത്രത്തോളമാണ് കോൺഗ്രസിലേക്കും CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും കയറിയത് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ അതിലത്ര അത്ഭുതമൊന്നുമില്ല. ഇനി മറ്റൊരാളാണ് നമ്മുടെ സമുന്നത EMS എന്ന് പറയുന്ന CPM-ന്റെ നേതാവ്. EMS തന്നെ ഈ 1921 കലാപം നടക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലുള്ള അയാളുടെ എന്ന് തന്നെ പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വാക്ക് അതല്ലെങ്കിൽ അദ്ദേഹം എന്നൊക്കെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ എന്താണ് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ളത് ചിന്തിക്കുമ്പോൾ അവിടെയാണ് അദ്ദേഹം അയാൾ എന്നൊക്കെ സൂചിപ്പിക്കേണ്ടി വരിക. ഇത്തരത്തിൽ EMS എന്ന് പറഞ്ഞാൽ ഇയാളുടെ കൂടും കുടക്കയും എടുത്തുകൊണ്ട് ഇയാളുടെ തറവാട്ട് വീട്ടിൽ നിന്നും ഈ തുരങ്കം വഴി ഓടി രക്ഷപ്പെട്ട കഥകളും കൃത്യമായിട്ടുള്ള ചരിത്രമൊക്കെ നമ്മൾക്ക് അറിയാം. അപ്പോൾ EMS എന്ന് പറയുന്ന കേരളത്തിന്റെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, അതല്ലെങ്കിൽ ലോകത്താകമാനം നോക്കുകയാണെങ്കിൽ തന്നെ ഭരണം പിടിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി എന്നൊക്കെ നമ്മുടെ മലയാളത്തിൽ അതിനുമൊരു ഈ പറയുന്ന ചങ്ങാതി ബഹുമാനത്തോടെ സൂചിപ്പിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേത് രീതിയിൽ സൂചിപ്പിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. എന്തായാലും EMS-ന്റെ കുടുംബത്തിൽ തന്നെ അയാൾ ഇത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. കെ മാധവൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് തന്നെ അത് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇനി വേണ്ട എത്രയോ ചരിത്രകാരന്മാര് രാഷ്ട്രീയക്കാരെയും നമ്മൾക്ക് വിടാം. നമ്മൾക്കറിയാം കുമാരനാശാൻ എന്ന് പറയുന്ന കവിയെ കുറിച്ച് നമ്മൾക്കറിയാം. അദ്ദേഹത്തിന്റെ ദുരവസ്ഥ എന്ന് പറയുന്ന ചെറിയൊരു കവിത വായിച്ചാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാനാവും എന്തായിരുന്നു അദ്ദേഹം നേരിട്ട് പോയി കണ്ടുകൊണ്ട് ഈ 1921 അതിനു മുൻപായാലും ശേഷമായാലും ഈ ഇസ്ലാമിക കൊടും ഭീകരന്മാർ എങ്ങനെയാണ് ഇവിടെ താണ്ഡവമാടിയത് എന്നുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മരണം ഇന്നും ദുരൂഹമായി തന്നെ തുടരുന്നു എന്നുള്ളതും കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ ആ ദുരവസ്ഥ പുറത്തു വന്നതിന് ശേഷമായിരുന്നു എന്നുള്ളത് നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം അന്ന് അദ്ദേഹം ഒരു തോണി അപകടത്തിലാണ് കൊല്ലപ്പെട്ടത്, അതല്ലെങ്കിൽ മരണപ്പെട്ടത് നമുക്കറിയാം. അതിൽ തന്നെ ഒരുപാട് ദുരൂഹതകൾ ഇന്ന് കൃത്യമായിട്ട് ആരോപിക്കുന്നുണ്ട്. അന്ന് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ, മാത്രമല്ല അന്നും ഇന്നും ആണെങ്കിലും കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇസ്ലാമിക ഭീകരന്മാരുടെ അടിമകളായിട്ട് തന്നെയാണ് അന്നത്തെ രാഷ്ട്രീയക്കാരും അന്നത്തെ മേലാണന്മാരും ഇന്നത്തെ രാഷ്ട്രീയക്കാരും ഇന്നത്തെ അധികാരി വർഗവും ഒക്കെ നിലകൊള്ളുന്നത് നമുക്കറിയാം. അങ്ങനെ കൂട്ടുമ്പോൾ ദുരവസ്ഥയെ എഴുതിയ കുമാരനാശാനെ ഒരുപക്ഷെ കൊന്നതാണ് എന്ന് ആരെങ്കിലും ആരോപിച്ചു കഴിഞ്ഞാലും കുറ്റപ്പെടുത്താനാവില്ല. എന്തായാലും ഇത്തരത്തിൽ തന്നെയാണ് ഇന്ന് കേരളത്തിന്റെ ആ ഒരു ദുരവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇസ്ലാമിക കലിഫേറ്റ് ആക്കാൻ വേണ്ടി ഇസ്ലാമിക ജിഹാദികൾക്ക് വേണ്ടി എത്രത്തോളം ഓശാരം പാടുമ്പോഴും അത് പച്ചയ്ക്ക് തെളിവ് സഹിതം വിളിച്ചു പറയുമ്പോഴും അതിനെ പച്ച നുണകളാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നു. ജാമിദയും അതല്ലെങ്കിൽ ബൈജു എന്ന് പറയുന്ന ചങ്ങാതിയും ഇരുന്ന് വിളിച്ചു പറയുന്നെന്ന് മോങ്ങിക്കൊണ്ട് വീണ്ടും ക്രൈസ്തവന്റെയും ഹിന്ദുവിന്റെയും നാമത്തിൽ വന്നിട്ട് കമന്റ് ഇടുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ച് നടക്കുന്ന ഹിന്ദു ക്രൈസ്തവ, നീ കൃത്യമായിട്ടും ബയോളജിക്കലായാലും വേണ്ടില്ല, ഏത് രീതിയിലായാലും വേണ്ടില്ല, നിന്റെയും ഹിന്ദുവിന്റെയും ഈ പറയുന്ന മുസ്ലിം ഭീകരരുടെയും അതല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും വളർച്ചയും തളർച്ചയും ഒക്കെ നീ ഒന്ന് വിശകലനം ചെയ്യുക. നിന്റെ ചുറ്റുവട്ടത്തെ മാത്രം നീ ഒന്ന് കണ്ണോടിച്ചാൽ മതി. നിന്റെ വീട്ടിൽ നിന്റെ പുതിയ തലമുറയ്ക്ക് എത്ര മക്കൾ ഉണ്ടാവുന്നു, നിന്റെ വീടിന് തൊട്ടടുത്തുള്ള ഹിന്ദുവിന്റെ വീട്ടിൽ എത്ര കുട്ടികൾ ഉണ്ടാവുന്നു, അതേപോലെ തന്നെ നിന്റെ തൊട്ടപ്പുറത്തുള്ള മുസ്ലിമിന്റെ വീട്ടിൽ എത്ര കുട്ടികൾ ഉണ്ടാവുന്നു എന്നുള്ളത് തരംതിരിച്ച് തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ തരംതിരിച്ച് പറയുന്നവരെല്ലാം വർഗീയവാദികൾ, സംഘികൾ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു ഒട്ടുമിക്ക ക്രിസ്ത്യൻ രാജ്യങ്ങളും ഇവർ എങ്ങനെയാണ് മുസ്ലിം രാജ്യങ്ങളാക്കി മാറ്റിയത് എന്നുള്ളതിന്റെ ഉത്തരം നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞു നിൽക്കുക. മാത്രമല്ല നമ്മൾക്കറിയാം ഇവിടെ ഹിന്ദു രാജ്യമായിട്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ശക്തിയുള്ളത് ഈ ഭാരത രാജ്യം തന്നെയാണ്. ഹിന്ദു രാജ്യമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ തന്നെ ഉള്ള രാജ്യമായതുകൊണ്ട് ഹിന്ദു രാജ്യം എന്ന് നമുക്ക് അങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ എടുക്കാം. അത്തരത്തിൽ
ഈ ഹിന്ദു രാജ്യം പോലും എങ്ങനെ ഞങ്ങൾക്ക് മാറ്റിമറിക്കാനാവും എന്നുള്ളതിന്റെ യഥാർത്ഥ ചരിത്രമാണ് ടീച്ചർ പറഞ്ഞത്. അത് ABC മലയാളത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് ആ വാക്കുകൾ പുറത്തുവിട്ടപ്പോൾ അതിനെ തരംതിരിച്ചുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുന്ന ജിഹാദികളുടെ വലയിൽ ഇനിയും പെടാതിരിക്കുക. ഇനി പുതിയ വാർത്തയാണ് മറ്റൊരു വാർത്തയാണ് ടീച്ചർ. നുപൂർ ശർമ്മയുടെ ഒരു വാർത്ത കൃത്യമായിട്ടും 2 ദിവസമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നുപൂർ ശർമ്മയെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ശിവലിംഗം കണ്ടെത്തിയ ആ ഒരു ക്ഷേത്രത്തിലെ ശിവലിംഗം ഈ ഇസ്ലാമിക ജിഹാദികൾ തുപ്പാനും അവന്റെയൊക്കെ കൈകാൽ കഴുകാനും വേണ്ടിയുള്ള കുളത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് അത്രയ്ക്കും ഹൈന്ദവന്റെ നെഞ്ച് തകർക്കുന്ന രീതിയിൽ ചെയ്ത ആ പ്രവൃത്തിക്ക് അവസാനം ചാനൽ ചർച്ചയിൽ വന്ന സമയത്ത് നിനക്ക് കാണുന്നതല്ല ആ പൈപ്പായാലും അതല്ലെങ്കിൽ കല്ലായാലും എല്ലാം ശിവലിംഗമാണോ, ശിവന്റെ ലിംഗമാണോ എന്ന് ചോദിച്ചുകൊണ്ട്, ശിവന്റെ ലൈംഗിക അവയവമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക ഭീകരൻ നുപൂർ ശർമ്മയ്ക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ ആ ഒരു വിശ്വാസത്തെ, ആചാരത്തെ, അനുഷ്ഠാനത്തെ, അവരുടെ ആ വികാരത്തെ വ്രണപ്പെടുത്തിയ സമയത്ത് അവർ 6 വയസ്സുകാരിയായുള്ള ഐഷയെ കല്യാണം കഴിച്ചതും 9ാം വയസ്സിൽ ഭോഗിക്കപ്പെട്ടതുമായിട്ടുള്ള കൃത്യമായിട്ട് ഇവരുടെയൊക്കെ ഖുറാൻ ആയാലും ഇവരുടെയൊക്കെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്ന ഈ ചങ്ങാതി മഹോന്നതൻ നൂലിൽ കെട്ടി ഇറക്കി കൊടുത്ത ആ കിതാബിനെ ഉദ്ധരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരെ കൊല്ലാനും അതല്ലെങ്കിൽ അവർക്കെതിരെ കൊലവിളിയുമായി രംഗത്ത് വന്ന ഈ ഇസ്ലാമിക ഭീകരന്മാരെയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന നുപൂർ ശർമ്മയെ താൽക്കാലികമായി BJP ഒന്ന് മാറ്റി നിർത്തിയിരുന്നെങ്കിലും അവർ നാഷണൽ സ്പോക്ക് പേഴ്സൺ ആയിരുന്നു BJPയുടെ. അത്തരത്തിൽ വീണ്ടും അവരെ തിരിച്ചെടുത്തു. ഇന്ന് റായ്ബറേലിയിൽ, അതായത് സോണിയ ഗണ്ഡിക്കെതിരെ മത്സരിക്കാൻ വേണ്ടി നുപൂർ ശർമ്മ തന്നെ വരികയാണ്. ഈ ചരിത്രം പറയുമ്പോൾ നമ്മൾ ആഹ്ലാദത്തോടെ ചിന്തിക്കേണ്ട മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. സ്മൃതി ഇറാനി എന്ന് പറയുന്ന ഒരു പോരാളിയായിട്ടുള്ള, അതല്ലെങ്കിൽ ഝാൻസി റാണി എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന പോരാട്ട വീര്യമുള്ള ഒരു BJP-കാരി ഉണ്ടായിരുന്നു. അവർ പതിറ്റാണ്ടുകളോളം ഈ പറയുന്ന കോൺഗ്രസുകാർ അടക്കി ഭരിച്ചിരുന്ന ഈ രാഹുൽ ഗണ്ഡി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് അടക്കി ഭരിച്ചിരുന്ന, അയാളുടെ അപ്പൂപ്പനായാലും അതിന് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിലും എല്ലാവരും മുതുമുത്തച്ഛന്മാരടക്കം അടക്കി ഭരിച്ച് എന്നും അടിമകളാക്കി മാറ്റി ഭരിച്ചിരുന്ന അമേഠിയിൽ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ പറപ്പിച്ചുകൊണ്ട് അവസാനം ഇസ്ലാമിക ഭീകരന്മാരുടെ വോട്ട് കൊണ്ട് മാത്രം ജയിച്ചാൽ മാത്രമേ എനിക്ക് ലോക്സഭയിൽ എത്താൻ പറ്റുകയുള്ളൂ എന്ന അവസ്ഥ വന്നുകൊണ്ട് ഈ വയനാടിന്റെ മണ്ണിലേക്ക് എത്തിയതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ റായ്ബറേലിയിൽ നുപൂർ ശർമ്മ വരുമ്പോൾ കൃത്യമായിട്ടും ഈ ഭീകരന്മാർക്ക് നമുക്കറിയാം ഇറ്റാലിയൻ മദാമ അതല്ലെങ്കിൽ ബാർ നർത്തകി എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾക്ക് അങ്ങനെയൊന്നും അഭിപ്രായമൊന്നുമില്ല, എന്നാലും പറയാറുണ്ടല്ലോ പലരും. അത്തരത്തിൽ TG മോഹൻദാസ് സാർ പോലും പല സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ ബാറിൽ ഒഴിപ്പുകുടിപ്പുകാരിയാണെന്നോ വേറെ എന്തൊക്കെയായിരുന്ന. എങ്ങനെയാണ് ഈ സോണിയ ഗണ്ഡി ഭാരതത്തിലേക്ക് വരുന്നതെന്നും രാജീവ് ഗാന്ധിയുടെ ഭാര്യയാവുന്നതെന്നും ഈ രാജീവ് ഗാന്ധിയുടെ മരണം നടന്നതിന് ശേഷം ആ നടക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ദുരൂഹമായിട്ടുള്ള ഇവരുടെ അകൽച്ച കാണാമായിരുന്നു. കാരണം എല്ലാ വേദിയിലേക്കും അതല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഈ രാജീവ് ഗാന്ധിയുടെ കൂടുതൽ അനുഗമിച്ചിരുന്ന സോണിയ ഗണ്ഡി അദ്ദേഹത്തിന്റെ ഈ ബോംബ് സ്ഫോടനം കൊലപാതകം നടക്കുന്ന സമയത്ത് അന്ന് അവിടെ എന്തുകൊണ്ട് പോയില്ല എന്ന് ഒരുപാടൊക്കെ ചരിത്രകാരന്മാരൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. സംശയാസ്പദമായി തന്നെ നമ്മുടെ കൃത്യമായിട്ടും വിശകലനം ചെയ്ത് എഴുതുന്ന ആളുകളുടെ